നാഗറാണിയുടെ നാളത്തെ ടി വിയിൽ വരാനിരിക്കുന്ന മെയ് 6-ാം തീയതിയിലത്തെ എപ്പിസോഡിൽ ഡ്രാഗൺ വരുന്നു. ഇച്ഛാധാരി ഡ്രാഗൺ ആണോ അത്? നാഗകന്യകയായ പൂർവിയുടെ മണം അടിക്കുമ്പോഴത്തേക്കും ഡ്രാഗൺ ചിറകം വിരിച്ചുകൊണ്ട് പറന്നിറങ്ങുന്നുണ്ട്. എന്താണ് നാളത്തെ എപ്പിസോഡ്? ത്രില്ലിംഗ് സംഭവമാണ് കേട്ടോ. കാരണം 24 വർഷം കൊണ്ട് ഈ പറയുന്ന ഡ്രാഗന്റെ DNA എല്ലാം മോഡിഫൈ ചെയ്ത് ഒരു എതിരാളിയാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് നാഗങ്ങൾക്കെതിരെയായിട്ട്. അങ്ങനെ നാളെ ഡ്രാഗൺ തല പൊക്കുകയാണ്. ആരവിന്റെയും പൂർവിയുടെയും കൂടെ റൊമാൻസ് എല്ലാം തുടങ്ങുന്നുണ്ട്. ആരവിന്റെ വീട്ടിലേക്ക് പൂർവി എത്തുന്നുണ്ട്. അനിയന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനൊക്കെ ആയിട്ട് അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. എന്താണ് നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാഗകന്യക 7-ന്റെ, അതായത് നമ്മുടെ നാഗറാണിയുടെ. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ടി വിയിൽ ഇന്ന് കാണിച്ച എപ്പിസോഡ് അതിന്റെ ബാക്കിയായിട്ട് നടക്കുന്ന സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ആര്യമന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പൂർവി നിൽക്കുകയാണ്. എന്നിട്ട് ആര്യമൻ ആ കൈ വിട്ടിട്ട് മതിയോ, കഴിഞ്ഞോ, ഇനി എനിക്ക് ന്യൂസ് ഒക്കെ വായിക്കാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പൂർവി വായിക്കേണ്ട ന്യൂസുകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആര്യമൻ അടിപൊളിയുള്ള എല്ലാം അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇനി നീ നിന്റെ കാര്യം നോക്കി പൊക്കോ എന്ന് പറഞ്ഞ് പൂർവി ജോലി ചെയ്യാനായിട്ട് പോവാണ്. പൂർവി ജോലി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പരമീത് സാറിന്റെ ക്യാബിനിൽ ഒരു പെങ്കൊച്ച് കയറുന്നത് കാണുന്നത്. അപ്പം ഓടി നമ്മുടെ പൂർവി അങ്ങോട്ട് പോവാണേ. മയൂരി, നീ എന്തിനാ പരമീത് സാറിന്റെ ക്യാബിനിൽ കയറുന്നത്? അവിടെ കയറാൻ പാടില്ല, നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ മയൂരി, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ വിചിത്രമായിട്ടാണ് നടക്കുന്നത്. എൻ്റെ ബോയ് ഫ്രണ്ടിനെ നോക്ക് എന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ പൂർവിക്ക് കൊടുക്കുകയാണ്. പൂർവി നോക്കുമ്പോൾ അവനെ കടിച്ച് കീറി ഇട്ടിരിക്കുന്ന ഒരു ലെവലിൽ ഒരു ഫോട്ടോ. ഇത് നോക്ക്, ഇവനെ ഒരു സാധാരണ ജീവി കടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ബേസ്മെന്റിന്റെ സീക്രട്ട് പാസ്കോഡ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനാണ് ഞാൻ ഇവിടെ കയറിയത്. എന്തൊക്കെയോ ഈ ഓഫീസിന്റെ ബേസ്മെന്റിൽ നടക്കുന്നുണ്ട്. നീ ഈ ഫയൽ സൂക്ഷിച്ച് വെക്കും പൂർവി, എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഈ മരണരേഖകളും അതുപോലെ മരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, മയൂരി പൂർവിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഇതേ സമയം ഈ ഓഫീസിന്റെ ബേസ്മെന്റ് കാണിക്കുകയാണ്. ബേസ്മെന്റിൽ നമ്മുടെ പരമീതിന്റെ അനിയൻ ബൽജീത്ത്, ഫ്രണ്ട്സ് ആയിട്ടുള്ള സമീറും ഋഷഭും, മന്ത്രി സമീറും ആക്ടർ ഋഷഭ്, ഇവർ 4 പേരും കൂടെ ബേസ്മെന്റിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ സർപ്രൈസ് ആണ് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കൂടിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഡ്രാഗൺ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഡ്രാഗനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ബൽജീത്തിന് അറിയാം, ബൽജീത്ത് സ്വന്തം അനിയനാണല്ലോ, ബൽജീത്തിന് അറിയാം. ബാക്കി സമീറും ഋഷഭും ഇതുകൊണ്ട് പേടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരമീത് പറയാണ്, ഇതാണ് ആ സ്പെഷ്യൽ സർപ്രൈസ്, നമ്മുടെ മഹാകുംഭം വരാൻ പോവുകയാണ് ഉടനെ തന്നെ. അപ്പൊ അവിടെ നമ്മൾ പ്രളയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏക മാർഗമാണിത്. ഭാരതത്തില് ഇന്ത്യയില് നാഗകന്യക ഉണ്ടെങ്കിൽ ഹിമാലയത്തിന്റെ അപ്പുറം നമ്മുടെ കയ്യിൽ ഡ്രാഗൺ ഉണ്ടടേ, നമ്മൾ മൊത്തത്തിൽ നശിപ്പിക്കും ഈ ലോകം എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം നമ്മുടെ മുകളിൽ മയൂരി ഓഫീസിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബോയ് ഫ്രണ്ടിനെ നോക്ക്, കത്തിയിട്ടുണ്ട് അവൻ്റെ ദേഹത്ത് ആക്രമിച്ചിട്ടുണ്ട്. ഇത് ഏതോ വിചിത്ര ജീവിയാണ്, നമ്മളെ ആർക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് ആരാ എന്നിങ്ങനെ പൂർവി ചോദിക്കുന്നു. മയൂരിയും പൂർവി ഒരേ സമയത്ത് ആര്യവൻ സാറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറയുവാണ്. ഇതേ സമയം നമ്മുടെ ബേസ്മെന്റിൽ ബൽജീത്ത് പറയാണ്, പരമീത് പറയാണ്, പാമ്പുകളെ മണപ്പിച്ചാണ് നമ്മൾ ഈ ഡ്രാഗണെ വളർത്തി ഇത്രയാക്കിയത്. DNA മോഡിഫൈ ചെയ്ത് ഞരമ്പുകളിൽ രക്തം കയറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഡ്രാഗണെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഈ ഡ്രാഗണിന്റെ ഇതിന് ഭയങ്കരമായിട്ടുള്ള വിശപ്പാണ്. അപ്പൊ ഇത് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ണിൽ കാണുന്നവരെ കൊല്ലും. പിന്നെ നാഗങ്ങളുടെ ജന്മശത്രുക്കളാണ് ഈ പറയുന്ന ഡ്രാഗൺ. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ശത്രു രാജ്യം കൊടുത്തയച്ചതാണ് ഈ ഡ്രാഗണിനെ. ഡ്രാഗൺ ഇല്ലെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഉണ്ട്. നാഗങ്ങളുടെ രക്തം കേട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, നാഗങ്ങളുടെ രക്തം കണ്ടാൽ ഇത് മണത്ത് പിടികൂടി അതിനെ കൊല്ലും എന്ന് ഈ പറയുന്ന പരമീത് പറയണം. അപ്പൊ സമീർ പറയാണ്, നമ്മളിനി ഒന്നിനെയും പേടിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളിനി ഒരു നാഗകന്യകയും പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ ഡ്രാഗൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരുടെ പൊട്ടിച്ചിരിച്ച് ഭയങ്കര മേളമായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുവാണ്. ഇതേ സമയം പൂർവി ആര്യമൻ ന്യൂസ് ഒക്കെ വായിച്ചു കഴിയുന്നു. ആര്യമന്റെ അടുത്തോട്ട് പോയിട്ട്, സാർ ഒരു കാര്യം എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് വേറെ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും, സാർ ഒരു കാര്യം, എന്താ? അത് മയൂരിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോഴേ ആര്യമന് ദേഷ്യം വരുമല്ലോ. ആര്യമന്റെ കാര്യം നോക്കി പോവാണ്. പെട്ടെന്നാണ് ആര്യമന്റെ ഫോണിൽ വിളിക്കുന്നത് ഡിംപിൾ ആന്റി. ഈ ഡിംപിൾ ആന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യമന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യയാണ്.
എന്താ പറയാ കുഞ്ഞമ്മ, ആര്യമ്മന്റെ കുഞ്ഞമ്മയാണ്. അപ്പൊ ആര്യമ്മന്റെ കുഞ്ഞമ്മ ഫോൺ വിളിച്ചിട്ട് നീ വരുന്നില്ലേ ആര്യമ്മന്, എൻഗേജ്മെന്റ് ഉള്ളതല്ലേ ഇന്ന് രാത്രി, നീ വരണ്ടേ എന്നിങ്ങനെ ചോദിക്കാം. ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് പൂർവിയുടെ അടുത്ത് പറയാണ് ഇന്ന് നമ്മുടെ എല്ലാ സ്റ്റാഫുകളോടും എൻ്റെ വീട്ടിൽ എൻഗേജ്മെന്റ് ഉണ്ട്, കറണ്ട് എൻഗേജ്മെന്റ് ഉണ്ട്, വരാൻ പറയണം, നീയും വരണം, പക്ഷേ നീ വരുമ്പോൾ എന്ത് ഫയൽ കൊണ്ടുവരാൻ മറക്കരുതെന്ന് പറയാണ്. ഓക്കെ. എന്നിട്ട് ഇതേ സമയം നമ്മുടെ ബേസ്മെന്റിൽ സമീറും ഋഷഭവും ഒക്കെ ചോദിക്കണം നീ മുഴുവൻ കാര്യം പറ, എന്താണ് നിന്റെ യഥാർത്ഥ പ്ലാൻ, അത് നമ്മളടുത്ത് പറ, നമുക്കത് അറിഞ്ഞൂടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ പരമീത് പറയണം ഞാൻ പറയാം. അതായത് നമ്മുടെ രാജ്യം 24 വർഷങ്ങൾക്ക് മുമ്പ് ദാരിദ്ര്യവും പട്ടിണിയും പരിവാരവുമായിട്ട് കിടന്നപ്പോൾ ഈ ഇന്ത്യ ഇവിടെ സൂപ്പറായിട്ട് കൊട്ടി ആഘോഷിച്ച് മേളമായിട്ട് അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുകയായിരുന്നു 24 വർഷം മുമ്പ്. അപ്പൊ അങ്ങനെ 24 വർഷം മുമ്പ് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കുവാനാണ് നമ്മളെ എന്ത് ചെയ്തത്, ഇതിനകത്തോട്ട് കയറ്റിവിട്ടത്. 24 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന, അതായത് ഇത്തവണത്തെ മഹാകുംഭം വരുമ്പോൾ മഹാനാശം ഉണ്ടാക്കാനാണ് നമ്മളെ ഇതിനകത്ത് കയറ്റിവിട്ടിരിക്കുന്നത്. മഹാകുംഭമേള നടക്കുന്ന സമയത്ത് 45 മുതൽ 48 ദിവസം വരെ എല്ലാവരും ഈ മഹാകുംഭമേള ചുറ്റിപ്പറ്റി ആഘോഷിക്കാനായിട്ട് വരും. അപ്പം അവിടെ ഈ ഗംഗയെയും ഈ ഇന്ത്യ എന്ന് പറയുന്ന മണ്ണിനെയൊക്കെ നശിപ്പിക്കാൻ നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് വെപ്പണാണ്, ഒരേ ഒരു വെപ്പണാണ് എന്ത്, ഈ ഇരിക്കുന്ന ഡ്രാഗൺ. മഹാനാശമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ബൽജിത്ത് പറയാണ് അതെ നമ്മുടെ ഈ പ്ലാനിനെ കുറിച്ചെല്ലാം മറ്റേ പ്രൊഫസറിന് അറിയാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അയാളെ കൊന്നു കളഞ്ഞത്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഋഷഭ് ചോദിക്കുകയാണ് നാഗിനി എവിടെ, നാഗിനി അല്ല നമ്മുടെ പ്ലാൻ ഇത് മാത്രമാണോ ഉള്ളത്, ഈ ഡ്രാഗണെ ഇറക്കി വിടുകയാണെന്നുള്ള പ്ലാൻ മാത്രമാണോ ഉള്ളത് നാഗിനിക്കെതിരെ, അത് വേറെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് പറയാം എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ പരമീത് പറയാണ് ഈ ഡ്രാഗൺ ഉണ്ടല്ലോ, പാമ്പ്, അതായത് നാഗകന്യക ഇതിന്റെ 7 അയലത്ത് വന്നു കഴിഞ്ഞാൽ അത് മണത്ത് ഇതിന്റെ മണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് ഉണരും. ഇപ്പൊ ഈ ഡ്രാഗൺ അവിടെ കിടന്ന് ഉറങ്ങുമല്ലേ, അത് ഉണരും എന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരും കൂടെ എന്ത് ചെയ്യണം, അവിടെ നിന്ന് തിരിച്ചു കയറി പോകാനായിട്ട് തുടങ്ങുവാണ്. മയൂരി ഇതേ സമയം നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ 2 ലിഫ്റ്റ് ഉണ്ട്, സ്റ്റാഫ് എന്നും എക്സിക്യൂട്ടീവ് എന്നും പറഞ്ഞു. എക്സിക്യൂട്ടീവ് ലിഫ്റ്റ് തുറക്കുകയാണ്. ഇതെന്തോന്നിത്, ഇനി ഇതുവഴി താഴത്ത് ബേസ്മെന്റിൽ പോകാൻ പറ്റുമോ എന്നും പറഞ്ഞ് മയൂരി അതിനകത്ത് കയറി എങ്ങാണ്ടൊക്കെയോ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ബേസ്മെന്റിലോട്ട് പോകുന്നു. മയൂരി പോയി ബേസ്മെന്റിൽ ഇറങ്ങുന്നു. മയൂരി ബേസ്മെന്റിൽ ഇറങ്ങുമ്പോൾ ഇതേ സമയം പൂർവി മുകളിലെ ലിഫ്റ്റിന്റെ അവിടെ വന്നിട്ട് ഈ മയൂരി ഇവിടെ അല്ലേ നിൽക്കാന്ന് പറഞ്ഞു, എവിടെ പോയി എന്ന് പറഞ്ഞ് ഇപ്പം എന്ത് ചെയ്യും ഇനിയിപ്പം ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ലിഫ്റ്റ് വീണ്ടും ഓപ്പൺ ആവുന്നു. ഇതെന്തോന്ന് എക്സിക്യൂട്ടീവ് ലിഫ്റ്റാ എന്നിങ്ങനെ പൂർവി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ താഴെയുള്ള ബൽജിത്തും പരമീതും കൂടെ തിരിച്ചു പോകാണല്ലോ. തിരിച്ചു പോകുമ്പോൾ മയൂരി അവരെ കണ്ട് ഒളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവർ തിരിച്ചു കയറി മുകളിലോട്ട് പോകുന്നു. മയൂരി എന്നിട്ട് നടന്ന് പോകുമ്പോഴാണ് കൂട്ടിനകത്ത് ഡ്രാഗൺ കിടക്കുന്നത് മയൂരി കാണാണ്. ഡ്രാഗൺ അവിടെ കിടന്ന് ഉറങ്ങാണ്. മയൂരി കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം മുകളിൽ എക്സിക്യൂട്ടീവ് ലിഫ്റ്റ് തുറക്കുന്നത് കണ്ട നമ്മുടെ പൂർവി എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ടീവ് ലിഫ്റ്റിൽ ഇതിനകത്ത് കയറിയേ ഇതെങ്ങോട്ട് പോകാനുള്ള വഴി അങ്ങോട്ടൊക്കെ പിടിച്ച് ക്ലിക്ക് ചെയ്ത് അത് നേരെ ബേസ്മെന്റിലോട്ട് പോകുന്നു. ലിഫ്റ്റ് കുലുങ്ങാണ്, ലിഫ്റ്റ് കടന്ന് കുലുങ്ങുന്നു. പക്ഷേ ബേസ്മെന്റിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ പൂർവി ഒരു നാഗകന്യകയാകാൻ പോകുന്നത് കൊണ്ട് തന്നെ പൂർവിയുടെ മണം എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് നമ്മളെ താഴെ പൂട്ടിയിട്ടിരിക്കുന്ന ബേസ്മെന്റിൽ കിടക്കുന്ന ഡ്രാഗന്റെ മൂക്കിലേക്ക് കയറുമ്പോൾ ഡ്രാഗൺ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് ഇങ്ങനെ കൂട്ടിനകത്ത് കിടന്ന് അങ്ങോട്ട് പറന്ന് എഴുന്നേക്കുകയാണ്. ലിഫ്റ്റ് താഴെ പോയി ഇങ്ങനെ ഇടിഞ്ഞ് കുലുങ്ങിയൊക്കെയാണ് ലിഫ്റ്റ് താഴെ പോകുന്നത്. താഴെ പോകുമ്പോൾ പൂർവി ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ മുകളിൽ സെക്യൂരിറ്റി നോക്കുമ്പോൾ ഈ ലിഫ്റ്റ് ആരാ തുറന്നു വിട്ടത് എന്ന് പറഞ്ഞ് തിരിച്ച് ഞെക്കുമ്പോൾ പൂർവി ഇറങ്ങാൻ പോകുന്ന പൂർവി പെട്ടെന്ന് തിരിച്ച് ഓട്ടോമാറ്റിക്കലി കയറി അങ്ങ് മുകളിലേക്ക് പോയി പൂർവി തിരിച്ച് ഇറങ്ങാൻ പോവാണ്. ഇതേ സമയം നമ്മുടെ മയൂരിയുടെ അടുത്ത് ഡ്രാഗൺ എന്ത് ചെയ്യുന്നു, കൂടും പൊട്ടിച്ച് വരാനായിട്ടുള്ള ഡ്രാഗൺ ഉണർന്നല്ലോ, പാമ്പിന്റെ മണം അടിച്ചപ്പോൾ ഡ്രാഗൺ ഉണർന്നു. അപ്പൊ ഡ്രാഗൺ ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണേ. അപ്പൊ പൂർവ്വം ഇതേ സമയം വീണ്ടും മോളിൽ ചെന്നിട്ട് ഈ മയൂരി എവിടെ, ഇവിടെ നിൽക്കാന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും മോളിൽ പോകുമ്പോഴത്തേക്കും സെക്യൂരിറ്റി നീ എന്തിനാണ് ഈ ലിഫ്റ്റിൽ കയറുന്നത്, എക്സിക്യൂട്ടീവിന് മാത്രം പോകാനുള്ള ലിഫ്റ്റാണ് ഇവിടുത്തെ കമ്പനി ഉടമകൾക്ക്, ഇന്ന് ലിഫ്റ്റിന്റെ മെയിൻ്റനൻസ് നടക്കണമെന്നാണ് തുടങ്ങിയത്, മേലെ അതിന് കയറി പോകരുത് കേട്ടോ. ഞാൻ കയറൂല. അപ്പൊ ഈ മയൂരി ഇത് ഇവിടെ പോയി എന്നിങ്ങനെ പൂർവ്വം ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അനന്തയുടെ ഫോൺ കോൾ വരുവാണ്. ചേച്ചി രാത്രി നമുക്ക് കാണാം ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി നമ്മുടെ എൻഗേജ്മെന്റ് ഹൗസാണ്, അതായത് ആര്യമിന്റെ വീട്. ആര്യമിന്റെ വീട്ടിൽ പൂർവ്വി ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുവാണ്, ഗിഫ്റ്റും ഫയലും എല്ലാം കൊണ്ടാണ് വരുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ എങ്ങോട്ട് പോകും, ഇത്രയും വലിയ വീട് എനിക്കൊന്നും പിടി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറാൻ പോകുമ്പോൾ ഒരാളുമായിട്ട് കൂട്ടിമുട്ടുന്ന നമ്മുടെ നാഗകന്യക ഉത്തര വിഗൊക്കെ വെച്ച് സാരിയൊക്കെ ഉടുത്തൊരു സാധാരണ ജോലിക്കാരിയെ പോലെ ആ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. പൂർവ്വിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും
അറിയാതെ നമ്മുടെ പൂർവി ഈ ഉത്തരയുടെ കാലിൽ ചവിട്ടുന്നു. അയ്യോ തൊട്ട് തൊഴുവാണ്. അപ്പം അയ്യോ എൻ്റെ കാലിൽ തൊട്ട് തൊഴുവി, എന്നെ പാപിയാക്കരുതേ മഹാറാണി എന്ന് ഉത്തര അറിയാതെ പറഞ്ഞു വന്നു. മഹാറാണിയോ? അല്ല, ഞാൻ രാജകുമാരിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം പൂർവിക്ക് കണ്ണട വെച്ചിട്ടുള്ളതുകൊണ്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, കണ്ണ് നേരെ ചൊവ്വേ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഭരണിയും അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഒരു വെയിറ്ററിന്റെ ഒരു രൂപത്തിൽ അങ്ങോട്ട് വരുവാണ്. അപ്പൊ എനിക്ക് കാണുന്നില്ല, നിങ്ങളെയൊക്കെ ഞാൻ എവിടെയോ വെച്ച് കണ്ടത്, പക്ഷെ എൻ്റെ കണ്ണാടിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ എന്ന് പൂർവി പറയുകയാണ്. അപ്പം ആര്യമ്മന്റെ ഫോൺ കോൾ വരുന്നു. ആര്യമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം സാറ് വിളിക്കുന്നു, അങ്ങോട്ട് ആര്യവൻ സാറിന്റെ അടുത്തോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അപ്പൊ ഭരണി പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭരണി നേരെ പൂർവിയെ കൊണ്ട് വീട്ടിനകത്തോട്ട് ആക്കുവാണ്. എന്നിട്ട് ഉത്തരമ പറയണം, വൈകാതെ തന്നെ നമ്മുടെ നാഗറാണിയുടെ ശക്തികളെല്ലാം തിരിച്ചു വരും, ഓരോന്നായിട്ട് വന്നു തുടങ്ങുമെന്ന് പറയാണ്. പൂർവ്വ വീടിനകത്ത് വന്നിട്ട് എൻ്റെ പൊന്നേ എന്തൊരു വീട് ഇത്, അടിപൊളി വീട് എന്നൊക്കെ പറഞ്ഞ് കണ്ണ് പിടിക്കുന്നില്ല. കണ്ണട വെച്ചിരിക്കുന്നതുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കണ്ണട ഇങ്ങനെ വെച്ചോണ്ട് വരുമ്പോഴാണ് ദൂരെ വെള്ളം ഇരിക്കുന്നതാണെന്നു. വെള്ളം എനിക്ക് വെള്ളം ദാഹിക്കുന്നേ എന്ന് പറഞ്ഞ് കണ്ണട വെച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് കണ്ടുകൂടാ. അപ്പോൾ ആര്യമ്മൻ അവിടെ അടുത്ത് നിൽക്കുകയാണ്, വെള്ളത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. വെയിറ്റർ, എനിക്ക് വെള്ളം എടുത്തോണ്ട് തരൂ, വെള്ളം എന്നിങ്ങനെ പൂർവ്വി പറയണം. അപ്പോൾ ആര്യമ്മനാണെന്ന് കാണുന്നില്ല. അപ്പോൾ ആര്യമ്മനെ ഇവളെന്താ എൻ്റെ അടുത്ത് വെള്ളം എടുത്തോണ്ട് വരാൻ പറയണ എന്ന് പറഞ്ഞിട്ട് ആര്യമ്മൻ വെള്ളം എടുത്തോണ്ട് നേരെ കൊണ്ട് കൊടുത്തിട്ട്, വെള്ളം മാത്രം മതിയോ, കുറച്ച് വിഷം കൂടി തരട്ടെ എന്നിങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് അറിയാതെ പൂർവ്വി കുടിച്ച വെള്ളം തുപ്പി പോകുന്നു. അയ്യോ സാറായിരുന്നോ സാർ, സോറി സാർ, എനിക്ക് കണ്ടുകൂടെ, എൻ്റെ ഗ്ലാസ്സിന് എന്തോ പ്രശ്നമുണ്ട് സാർ എന്ന് പറഞ്ഞ് ഗ്ലാസ് ഇങ്ങനെ ഊരുമ്പോഴത്തേക്കും എല്ലാം കാണാം, എല്ലാം വളരെ വ്യക്തമായിട്ടാണ്. അപ്പം പെട്ടെന്ന് പൂർവ്വി, അയ്യോ എനിക്ക് കാണാൻ പറ്റുന്നു, സാറിന്റെ താടി, മൂക്ക്, കണ്ണ്, ഞാൻ 8 കിലോമീറ്റർ 8 മിനിറ്റിൽ ഓടി സാർ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഇത് മാറി നിന്ന് ഉത്തരാമയും ഭരണിയും കൂടെ കാണുന്നു. അപ്പോൾ ഇത് കാഴ്ച ശക്തി തിരിച്ചു വന്നു തുടങ്ങി. ഇനി പതിയെ പൂർണ്ണമായിട്ട് നാഗകന്യക ആവുന്നതിന് മുന്നേ എല്ലാ ശക്തിയും തിരിച്ചു വരുമെന്ന് ഉത്തരാമയും ഭരണിയും കൂടെ പറയുവാണ്. ഇതേസമയം ആര്യവൻ, നിനക്കെന്താ ഭ്രാന്താണോ, നീ എത്ര എണ്ണം അടിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? സാർ ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ കുടിക്കത്തൊന്നുമില്ല കേട്ടല്ലോ. പിന്നെ എൻ്റെ അച്ഛനൊരു ടോണിക്ക് തന്നു, അതാണ് ഞാനിങ്ങനെ. ചുമ്മാ അല്ല, ടോണിക്കിൽ അച്ഛൻ കുടിക്കാൻ പറ്റുന്ന സാധനമായിരിക്കും അത്, നീ അതായിരിക്കും എടുത്ത് കുടിച്ചത് എന്ന് പറയുകയാണെ. സാർ അതല്ല സാർ, എനിക്കിന്ന് സാറിനടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ല, അപ്പം ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ കുടിക്കത്തില്ല. ദാ സാർ ഫയല്, മയൂരിയുടെ ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനെന്ന് പറഞ്ഞു വന്ന് വീണ്ടും ആര്യവനെ കൂട്ടിമുട്ടുമ്പോൾ ആര്യവന്റെ കയ്യിൽ ഒരു കുപ്പി ഇരിക്കുന്നു. ആ കുപ്പിയും കൂടെ താഴെ വീണ് പൊട്ടുന്നു. നീ ഒരു അസൽ കുടിക്കാരി തന്നെയാണ് പൂർവി. അപ്പോൾ ഇല്ല സാർ ഞാൻ കുടിക്കത്തില്ല. സാറും കുടിക്കരുത്. എന്തുകൊണ്ട് കുടിക്കാൻ പാടില്ല? അത് കൂടുതൽ കാലം നമുക്ക് ജീവിക്കാമല്ലോ. എന്തിന് നമ്മൾ കൂടുതൽ കാലം ജീവിക്കണം? അതിന്റെ ആവശ്യമില്ല. യൗവനത്തിൽ തന്നെ മരിക്കുന്നതാണ് നല്ലത്. അയ്യോ അങ്ങനെ പറയില്ല, നമുക്ക് നമ്മുടെ മക്കളെ, ചെറുമക്കളെ, അവരുടെ മക്കളെയൊക്കെ കാണണ്ടേ, എനിക്ക് കാണണം എന്തായാലും എന്ന് പൂർവ്വി പറയണം. അപ്പൊ ആര്യമ്മൻ പറയണേ, എന്തിനാണ് ഓൾഡ് ഏജ് ഹോമിൽ കിടക്കാനോ വഴി കിടന്ന് മരിക്കാനോ, യൗവനത്തിൽ തന്നെയാണ് ജീവിക്കാനുള്ളത്, അതുകൊണ്ട് നീയും വേണമെങ്കിൽ ലഹരി കഴിച്ചോ എന്ന് പറയാണ്. അപ്പൊ പൂർവ്വി കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞിട്ട്, സാർ പിന്നെ എനിക്ക് സാറിന്റെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആര്യമ്മന്റെ പുറകെ പോവാണ്. ഇതേ സമയം നമ്മുടെ ബേസ്മെന്റിലെ കാഴ്ചകൾ കാണിക്കുകയാണ്. ചങ്ങല പൊട്ടിച്ച് ഡ്രാഗൺ ആ കൂടെല്ലാം തകർത്ത് പുറത്ത് വന്നിട്ട് നമ്മുടെ മയൂരിയെ കൈകൊണ്ടെടുത്ത് പൊക്കി തീ ഊതുകയാണ്. മയൂരി മരിക്കുന്നു, മയൂരിയെ ഡ്രാഗൺ കൊല്ലുന്നു. ഇതാണ് എപ്പിസോഡിൽ നാളെ നടക്കാൻ പോകുന്നത്. ഈ മറ്റന്നാളത്ത് എന്താണെന്നുള്ളത് നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് പ്രൊമോ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മക്കളെ നാഗറാണി സീരിയൽ? എൻ്റെ റിവ്യൂ മനസ്സിലാവുന്നുണ്ടോ മക്കളെ? താഴെ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.